ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബിബിജി റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183 രൂപ 50 പൈസയുടെ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യ എല്ലാ മേഖലയെയും മാറ്റിമറിക്കുന്നതായും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ സജ്ജരായിരിക്കണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തെ യുവാക്കളുടെ ഊർജ്ജം, കഴിവ്, പ്രതിബദ്ധത എന്നിവയിലൂടെ മാത്രമേ വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും രാഷ്ട്രപതി പറഞ്ഞു. Our youth can transform challenges into opportunities and contribute to building a more inclusive and prosperous India. Dear students, you are going to begin your careers at a transformative juncture when India is moving confidently towards becoming a developed nation by 2047. This vision of Viksit Bharat can be realized only through the energy, talent and commitment of our youth. ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള മെഡലുകളും രാഷ്ട്രപതി ചടങ്ങിൽ വിതരണം ചെയ്തു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന ബിബിജി റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100ൽ നിന്നും 125 ഇതോടെ ഉയരും. പദ്ധതിക്കായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് ബിബിജി റാംജി നിയമം കൊണ്ടുവന്നത്. ബിബിജി റാംജി നിയമം പ്രകാരം തൊഴിലാളികളുടെ പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം ബിബിജി റാംജി പ്രകാരം 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നു. 2026-27 സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തുനിന്ന് GR അനിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് GR അനിൽ ആരോപിച്ചു. ഫണ്ടിൽ ആനുപാതികമായ കുറവുണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള മൂന്നാം ഗഡു കൊടുക്കാമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ഡിസംബറിൽ കൊടുക്കേണ്ടിയിരുന്ന മൂന്നാം ഗഡു തിരഞ്ഞെടുപ്പിന്റെ പേരിൽ കൊടുക്കാതിരുന്നത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ച തുകയേക്കാൾ കൂടുതൽ UDF സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ടെന്നും കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ 57% കുറവ് ഉണ്ടാകുമായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടർ വിലയിൽ 183 രൂപ 50 പൈസയുടെ കുറവാണ് വന്നത്. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഡൽഹിയിൽ 2,930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ പുതുക്കിയ വില. റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ എന്നിവയ്ക്ക് വിലക്കുറവ് ആശ്വാസമേകും. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പുതുക്കിയ ഫീസ് ഘടന പ്രകാരം 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിനായുള്ള അപേക്ഷാ ഫീസ് 2,500 രൂപയായി ഉയർത്തി. 36 പേജ് തത്കാൽ പാസ്പോർട്ടിന് 5,000 രൂപയാണ് അപേക്ഷാ ഫീസ്. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 3,500 രൂപയും തത്കാൽ പാസ്പോർട്ടിന് 6,000 രൂപയുമാണ് അപേക്ഷാ ഫീസ്. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ 36 പേജ് പാസ്പോർട്ട് പുതുക്കുന്നതിന് 5,000 രൂപയും 60 പേജ് പാസ്പോർട്ടിന് 6,000 രൂപയുമാണ് പുതുക്കിയ അപേക്ഷാ ഫീസ്.
സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയവർ ഇത് പ്രകാരം ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറേണ്ടതാണ്. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സുഗമമായ ഡിജിറ്റൽ പേയ്മെന്റുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ തുടങ്ങിയ പ്രമുഖർ. മനുഷ്യരാശിയെ സേവിക്കുന്നതിൽ ഡോക്ടർമാർ പുലർത്തുന്ന സമർപ്പണ മനോഭാവത്തെയും പ്രതിബദ്ധതയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. രാജ്യത്തെ ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ സുപ്രധാന ഘടകമായ ഡോക്ടർമാർ രോഗി പരിചരണത്തിൽ ഉന്നത നിലവാരം ഉറപ്പാക്കുന്നതായി ആരോഗ്യമന്ത്രി JP നഡ്ഡ പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം വേഗത്തിലാക്കേണ്ടതുണ്ടെന്ന് കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ്. വിവിധ മേഖലകളിൽ ഒരേ സമയം പ്രവർത്തിക്കാൻ ശേഷിയുള്ള സേനയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്നും ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനറൽ സേഠ് വ്യക്തമാക്കി. हमारा उद्देश्य एक ऐसी टेक्नोलॉजी इनेबल्ड फ्यूचर रेडी आर्मी का निर्माण करना है जो हर तरीके से सशक्त हो और मल्टी डोमेन में ऑपरेट करने के लिए सक्षम हो. इन सभी उद्देश्यों को मद्देनजर रखते हुए और माननीय रक्षा मंत्री द्वारा डेकेड ऑफ ट्रांसफॉर्मेशन के अंतर्गत दिए गए मार्गदर्शन से प्रेरणा लेते हुए मैंने अपने फोकस एरियाज निर्धारित किए हैं. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. ആസ്റ്റക സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ആതിഥേയരായ മെക്സിക്കോയുടെ വിജയം. സ്വീഡനെതിരായ നോക്കൌട്ടിൽ ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ജയം നേടി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 9:30-നാണ് ഇംഗ്ലണ്ട് കോങ്കോ മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30-നും USA ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30-നും നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. UPI സംവിധാനത്തിലൂടെയുള്ള പണമിടപാടുകളുടെ എണ്ണം 23% ഉയർന്നു. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട വാർഷിക കണക്കുകൾ പ്രകാരം 22 ബില്യൺ അധികമാണ് ഇന്ത്യയിലെ UPI ഇടപാടുകൾ. ജൂൺ മാസത്തിൽ UPI വഴി പ്രതിദിനം ശരാശരി 75.7 കോടി ഇടപാടുകളാണ് നടന്നത്. 8ലേറെ രാജ്യങ്ങളിലും UPI സംവിധാനം പ്രാബല്യത്തിലുണ്ട്. മറാത്തി ചലച്ചിത്ര നാടക പ്രവർത്തക വിജയ മേത്ത മുംബൈയിൽ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംഗീത നാടക അക്കാദമി അവാർഡും മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. വിജയ മേത്തയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സമാധാന ധാരണയെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി അഭിപ്രായ വ്യത്യാസങ്ങൾ നയതന്ത്ര മാർഗത്തിലൂടെ പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും വ്യക്തമാക്കി. വാണിജ്യ ഗതാഗതം സുഗമമാക്കുന്നതിൽ മേഖലയിലെ സുസ്ഥിര സമാധാനം പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തക്കായിച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. നാളെ നടക്കുന്ന 16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. BBG റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183 രൂപ 50 പൈസയുടെ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.